ഡോക്സ് കോയിൻ സെല് ചെയ്യാനുള്ള മെത്തേഡാണ് പറഞ്ഞത്. ബൈബിറ്റാണ് നമ്മൾ യൂസ് ചെയ്യുന്ന എക്സ്ചേഞ്ച് തുറക്കുക. അപ്പോൾ ഓൾറെഡി നിങ്ങൾ യൂണിഫൈഡ് അക്കൗണ്ടിലായിരിക്കും നിങ്ങളുടെ മറ്റേ ഫണ്ട് എടുക്കുന്നുണ്ടാവുക, ഡോക്സിൻ്റെ ഫണ്ട് എടുക്കുന്നുണ്ടാവുക. നിങ്ങൾ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഇപ്പുറത്തെ സ്പോട്ട് ഉണ്ടായിരിക്കും. ഓക്കെ, സ്പോട്ട് എന്ന് പറഞ്ഞ ഓപ്ഷൻ ഉണ്ടാവും. ഓക്കെ, സ്പോട്ട് ഞെക്കാം. സ്പോട്ട് കിട്ടി ഞാൻ ഓൾറെഡി ഡോക്സ് എടുത്ത് വെച്ചോക്കാണ്. നിങ്ങൾ ചെയ്യണമെന്ന് വെച്ചാൽ ഡോക്സ് കണ്ടില്ലെങ്കിൽ എന്ത് ചെയ്യുക, ഇവിടെ ഏതെങ്കിലും ഒരു കോയിൻ കാണിക്കും, ആ കോയിൻ്റെ അവിടെ പോയി ഞെക്കുക. അപ്പോൾ ഓട്ടോമാറ്റിക്കലി സ്പോട്ടിൻ്റെ ഓപ്ഷനിൽ പോകും. ഓക്കെ, ഇവിടെ മുകളിൽ നിങ്ങൾക്ക് വേണമെങ്കിൽ സെർച്ച് ബാറിൽ വേണമെങ്കിൽ സെർച്ച് ചെയ്യാം ഡോക്സിന്ന്. അല്ലാതെ കുറച്ചുകൂടി നടിക്ക് പോകുകയാണെങ്കിൽ ഓട്ടോമാറ്റിക്കലി ഇവിടെ കിടക്കുന്നുണ്ട് ന്യൂ എന്ന് പറഞ്ഞിട്ട് ഡോക്സ്. ഓക്കെ, ആ ഡോക്സ് നിങ്ങൾ ക്ലിക്ക് ചെയ്യാം. അപ്പോൾ നിങ്ങൾക്ക് ചാർട്ട് വന്നു. ഇനി ഇവിടെ സെല്ലെന്ന് പറഞ്ഞ ഓപ്ഷൻ ഉണ്ട്. ഓക്കെ, കണ്ടില്ലേ, സെല്ലെന്ന് പറഞ്ഞ ഓപ്ഷൻ ഉണ്ട്. ആ സെല്ലെന്ന് പറഞ്ഞ ഓപ്ഷൻ സെലക്ട് ചെയ്യാം. ഇനി നിങ്ങൾ ഇവിടെ ചെയ്യേണ്ടത്, നിങ്ങൾക്കിത് എത്ര ശതമാനം സെല് ചെയ്യണം എന്നുള്ളത് നിങ്ങൾക്ക് വേണമെങ്കിൽ എന്ത് ചെയ്യാം, ഈ ബാറിൽ സെലക്ട് ചെയ്യാൻ പറ്റും. ഓക്കെ, ഇതിവിടെ കണ്ടോ 50%, അതുപോലെ 100%, 80%. അല്ലെങ്കിൽ പിന്നെ നിങ്ങൾക്ക് ഇത് മാനുവലി വേണമെങ്കിൽ ഇവിടെ ടൈപ്പ് ചെയ്തിടാനും പറ്റും. എനിക്ക് 10 ഡോഗാണ് വിൽക്കേണ്ടത്, അല്ലെങ്കിൽ എനിക്ക് 1000 ഡോഗ് 11,000 ഡോഗ്, അങ്ങനെ വേണമെങ്കിൽ നിങ്ങൾക്ക് ടൈപ്പ് ചെയ്തിടാൻ പറ്റും. ഓക്കെ, അപ്പോൾ ഞാനിപ്പോൾ ഈ ഒരു റേഞ്ചിൽ ഇപ്പോൾ ഒരു 50% വിൽക്കുന്നു വിചാരിക്കുക. അപ്പോൾ ഞാൻ 50% ആക്കി വെക്കണം. ഇനി ഞാൻ നോക്കേണ്ടത് ഞാൻ ലിമിറ്റ് ഓർഡർ ആണോ സെൽ ഓർഡർ ആണോ. ഇതിപ്പോൾ എടുക്കുന്നത് ലിമിറ്റ് ഓർഡറിലാണ് എടുക്കുന്നത്. അപ്പോൾ ഈ ലിമിറ്റ് ഓർഡർ നമുക്ക് മാറ്റിയിട്ടുണ്ടെങ്കിൽ മാർക്കറ്റ് ആക്കാം, അതുപോലെ ലിമിറ്റ് ആക്കാം. ഇത് രണ്ടാണ് നമ്മൾ പൊതുവേ യൂസ് ചെയ്യുക. ഓക്കെ, അപ്പോൾ നമ്മൾ ലിമിറ്റ് ഓർഡർ വെച്ചിട്ട് എങ്ങനെയാണ് ചെയ്യുന്നത് വെച്ചാൽ, ലിമിറ്റ് ഓർഡറിൽ വെച്ചതിൻ്റെ താഴെ നിന്നുണ്ട് ഒരു പ്രൈസ് ഉണ്ട്. ഓക്കെ, അപ്പോൾ നമ്മൾ ലിമിറ്റ് ഓർഡർ കൊടുത്തിട്ട് സെൽ ഡോക്സ് കൊടുക്കുകയാണെങ്കിൽ ഈ ലിമിറ്റ് ഓർഡറിൻ്റെ താഴെ എത്ര പ്രൈസാണ് നമ്മൾ വെച്ചിരിക്കുന്നത്, എക്സാക്ട്ലി ആ പ്രൈസിൽ മാത്രം എന്തേ ഉള്ളൂ നമ്മൾ കൊടുത്ത ഈ ഓർഡർ സെല്ലാവുള്ളൂ, എക്സിക്യൂട്ട് ആവുള്ളൂ. അല്ലാന്നുണ്ടെങ്കിൽ ഈ പ്രൈസ് എത്തിയില്ല എന്നുണ്ടെങ്കിൽ ഒരിക്കലും അതവിടെ സെല്ലാവാണ്ട് കെടുക്കും, ആ ഓർഡർ എക്സിക്യൂട്ട് ആവില്ല. അപ്പോൾ നിങ്ങൾ എന്താ ശ്രദ്ധിക്കേണ്ടതെന്ന് വെച്ചാൽ, നിങ്ങൾ ഇപ്പം തന്നെ വിൽക്കാൻ അല്ലെങ്കിൽ എപ്പോഴാണോ വിൽക്കുന്നത് ആ സമയത്ത് നിങ്ങൾ എന്ത് ചെയ്യുക, മാർക്കറ്റിൻ്റെ വില നോക്കുക, മാർക്കറ്റിൽ ഡോക്സ് കോയിൻ്റെ വില നോക്കുക. അപ്പോൾ നിങ്ങൾ ഈ ഒരു പ്രൈസിനാണ് മുകളിലുള്ള ലിമിറ്റ് ഓർഡർ വെച്ചാൽ പെട്ടെന്ന് ചിലപ്പോൾ സെല്ലാവില്ല, കുറച്ച് ടൈം എടുക്കും. അപ്പോൾ നിങ്ങൾ ചെയ്യേണ്ടത് ഒന്നുകിൽ ഇതിനോട് അടുത്തുള്ളൊരു എമൗണ്ട് ലിമിറ്റ് ഓർഡറിന് അവിടെ സെറ്റ് ചെയ്യുക. അല്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് എത്ര എമൗണ്ടിലാണോ വിൽക്കുക ഉദ്ദേശിക്കുന്നത് ആ എമൗണ്ട് സെറ്റ് ചെയ്തിട്ട് സെൽ ഡോക്സ് കൊടുക്കുക. അപ്പോൾ ഓട്ടോമാറ്റിക്കലി ആ ഒരു എമൗണ്ട്, ആ ഒരു പ്രൈസ് എത്തുമ്പോൾ ഓട്ടോമാറ്റിക്കലി സെല്ലാവും. ഓക്കെ, അല്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇതൊന്നും അറിയില്ല എന്നുണ്ടെങ്കിൽ മാത്രം എന്ത് ചെയ്യുക, മാർക്കറ്റ് എന്ന് പറഞ്ഞ ഓപ്ഷൻ എടുക്കുക. ടോക്കൺ ടേബിൾ എന്നുള്ള അവരുടെ ബോട്ടിൽ കാണാൻ പറ്റും, ലിമിറ്റിനെ ടച്ച് ചെയ്യുക. അപ്പോൾ അടിയിൽ മാർക്കറ്റ് ഉണ്ടായിരിക്കും. അപ്പോൾ ഈ പരിപാടി ഒന്നുമില്ല, നമുക്ക് എത്ര പെർസെൻറ്റേജ് സെല് ടോക്കൺ സെല് ചെയ്യണമെന്ന് നിങ്ങൾക്ക് ഇവിടെ തീരുമാനിക്കാം. ഓക്കെ, അപ്പോൾ ഞാൻ 50% എടുത്തു. ഇനി ഇവിടെ സെൽ ഡോക്സിന് കൊടുത്താൽ ഓട്ടോമാറ്റിക്കലി ഇപ്പുറത്ത് കാണുന്ന പ്രൈസ് എത്രയാണോ ഏകദേശം ആ ഒരു പ്രൈസിനോടനുബന്ധിച്ച് അല്ലെങ്കിൽ മാർക്കറ്റിലത്തെ കറണ്ട് പ്രൈസിനോടനുബന്ധിച്ച് എന്ത് ചെയ്യും, ഈ ടോക്കൺ സെല്ലായി പോകും. ഇതാണ് സംഭവം. ഓക്കെ, അപ്പോൾ നിങ്ങളാണ് തീരുമാനിക്കുന്നത്. ലിമിറ്റ് വെച്ചിട്ട് നിങ്ങൾ പ്രീ പ്ലാൻ ചെയ്ത ഒരു എമൗണ്ട് സെറ്റ് ചെയ്തിട്ട് നിങ്ങൾക്ക് വേണമെങ്കിൽ അങ്ങനെ സെൽ ഓർഡർ പ്ലേസ് ചെയ്യാം. ഓക്കെ, പക്ഷേ ലിമിറ്റ് ഓർഡർ വയ്ക്കുമ്പോൾ അപ്പം തന്നെ അത് സെല്ലായി പോകണമെന്നില്ല, നിങ്ങൾ കൊടുത്തിട്ടുള്ള പ്രൈസ് എത്തുമ്പോൾ മാത്രമാണ് അത് സെല്ലാവുള്ളൂ. അല്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, നിങ്ങൾക്ക് മാർക്കറ്റിൻ്റെ ഓപ്ഷൻ കൊടുത്തിട്ട് എത്ര ടോക്കൺസാണ് വിൽക്കേണ്ടത് അത് കൊടുക്കാം. അപ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത് കറൻറ്റ് മാർക്കറ്റ് പ്രൈസ് എത്രയാണോ ആ പ്രൈസിലായിരിക്കും നിങ്ങൾ എത്ര ടോക്കൺസാണ് സെൽ ഓർഡർ കൊടുത്തത് അത്ര ടോക്കൺസ് വിറ്റ് പോവുക. ഓക്കെ, അപ്പോൾ ഞാനത് ഇത്രയും ടോക്കൺസ് ജസ്റ്റ് സെൽ ഓർഡർ കൊടുക്കുകയാണ്. ബൈബിറ്റ് ഇപ്പോൾ ജസ്റ്റ് ഓക്കെ സെൽ ഓർഡർ അപ്പോൾ പ്ലേസ് ആയിരുന്നു മുകളിൽ കണ്ടു. അപ്പോൾ ഇവിടെ അടിയിൽ ഓർഡർ അസറ്റ് എന്ന് കാണാൻ പറ്റും. ഓക്കെ, അപ്പോൾ ഈ ഓർഡറിൻ്റെ അവിടെയാണ് ശരിക്കും പറഞ്ഞാൽ നിങ്ങൾ ലിമിറ്റ് ഓർഡർ വെക്കുകയാണെങ്കിൽ നിങ്ങളുടെ ഈ ഓർഡർ എക്സിക്യൂട്ട് ആയിട്ടില്ലെങ്കിൽ നടന്നിട്ടില്ലെങ്കിൽ അവിടെ ഓർഡറിൻ്റെ അവിടെ 1 എന്ന് കാണും. ഇപ്പോൾ അവിടെ ഓർഡറിൻ്റെ അവിടെ ഒന്നുമില്ല, കാരണം ഓൾറെഡി നമ്മൾ വെച്ചപ്പോൾ എന്ത് ചെയ്തു, ടോക്കൺസ് സെല്ലായിപ്പോയി. അതാണ് മാർക്കറ്റ് ഓർഡർ വയ്ക്കുമ്പോഴുള്ള ഉപയോഗം. അതാണ്, അതായത് നമ്മൾ ഓർഡർ വെച്ച കറണ്ട് മാർക്കറ്റ് പ്രൈസ് എത്രയാണോ അത്രയ്ക്ക് തന്നെ എന്ത് ചെയ്യും സംഭവം അപ്പം തന്നെ സെല്ലായി പോവുകയാണ് ചെയ്യുക. ഓക്കെ, അല്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ലിമിറ്റ് ഓർഡർ വെച്ചിട്ട് നിങ്ങൾ എത്രയ്ക്കാണോ വിൽക്കാൻ ഉദ്ദേശിക്കുന്നത് അതിനനുസരിച്ചൊരു എമൗണ്ട് നിങ്ങൾക്ക് തീരുമാനിച്ച് സെറ്റ് ചെയ്തിട്ട് എത്ര ടോക്കൺസ് ആണോ സെറ്റ് ചെയ്യുക അതവിടെ ആ ബാറിലോ അല്ലെങ്കിൽ നിങ്ങൾ മാനുവലി അടിച്ച് കയറ്റുക, സെല്ല് ഓപ്ഷൻ കൊടുക്കുക. ഓക്കെ, അപ്പോൾ ഇത് സെല്ലായിട്ട് നമ്മൾ അസറ്റിൽ പോവുകയാണെങ്കിൽ നിങ്ങൾക്ക് കാണാൻ പറ്റും. ഇവിടെ യൂണിഫൈഡിൽ മുന്നേ ഡോക്സ് കോയിൻ മാത്രമായിരുന്നു, നമ്മളിപ്പോൾ ഞെക്കുകയാണെന്നുണ്ടെങ്കിൽ ഇവിടെ കാണാൻ പറ്റും USDയുടെ അവിടെ കാണാൻ പറ്റും. ഓക്കെ, $44 എടുക്കുന്നുണ്ട്. ഈ $44 നമ്മൾ ആ ഡോക്സ് കോയിൻ വിറ്റപ്പോഴാണ് നമുക്ക് കിട്ടിയത്. ഓക്കെ.